എനിക്ക് ഉറപ്പായിരുന്നു എന്നെ തപ്പി ഒരു നാള് വരുമെന്ന്. അല്ലെങ്കിലും വരാനുള്ളത് വഴി തന്നൂലല്ലോ. സന്തോഷായി എനിക്ക്. അപ്പൊ ഞാനറിയത് പുതിയ ആള് വന്ന സന്തോഷി. സന്തോഷായി എന്നാ പറഞ്ഞു. ഓ അങ്ങനെ ഹാപ്പിനെസ്. പാവ സന്തോഷം സംശയിച്ച് ഈ വാങ്ങിക്കണ മുതൽ മുക്കോണ്ടോന്ന് അറിയാതിരുന്ന മതിയായിരുന്നു അവള്. എവിടെയായിരുന്നു ഇത്ര നാള് നീ? നിന്റെ അപ്പനല്ലേ എന്നെ കണ്ടെടുത്ത കാണാൻ പാടില്ലല്ലോ. പുള്ളിയുടെ മുമ്പില് ഞാനൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്മാനായിട്ട് നിന്നെ കല്യാണം കഴിക്കണം എന്നൊക്കെയായിരുന്നു എന്റെ ആഗ്രഹം. എന്ത് ബിസിനസ്? ബൺമസ്ക് ഇറാനി ചായ. വെറൈറ്റി ആയിട്ടുണ്ട്. എന്നിട്ട് എന്ത് പറ്റി? അടിച്ച ചായക്ക് ഞാൻ തന്നെ കുടിക്കണ്ട വന്ന്. പറ്റണ പണിക്കെല്ലാം പോയാ പോരെ. എന്നൊരു കാര്യം ചെയ്യേ, ഇലക്ഷനൊക്കെ അല്ലേ വരാൻ പോണേ, സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും. ജയിച്ചു കഴിഞ്ഞാൽ MLA ഇല്ലേ, വീട്ടിലൊന്ന് പെണ്ണും ചോദിക്കാം. ഒരു 10 തൊട്ട് എനിക്ക് തികച്ചിട്ടൂല. ആരെ ഈ ഇൻസ്റ്റയിലുള്ള പാർവതി നമ്പ്യാർ? അവളെന്റെ കളിക്കൂട്ടുകാരിയാ, എന്റെ പാറു. അവന്റെ പാറു അതെന്റെ ഫേക്ക് അക്കൗണ്ടാണ് മനുഷ്യ. ഫേക്കോ? എല്ലാം ഞാൻ കണ്ടുപിടിക്കും. നിനക്ക് രാത്രി എന്ത് ഡ്രസ് ഇട്ടേക്കാന്ന് അറിയണോല്ലേ പാറുവിന്റെ? അത് ചുമ്മാ പറഞ്ഞു തരാം ഞാൻ. ഇതൊന്ന് തുറക്ക്. എന്തിനാ വെറുതെ തുറന്നിട്ട്? ഒന്ന് സ്നേഹിക്കാൻ. എനിക്കറിയാം, തല്ലാനല്ലേ അല്ല, പൂവിട്ട് പൂജിക്കാൻ. അതിന് കടലിൽ നടക്കവിടെയാ പൂ? മര്യാദക്ക് തുറക്കാനാ പറഞ്ഞേ. അച്ചുമോളെ ഞാൻ ഇനി ചെയ്യൂല. അവിടെ അനങ്ങാതിരുന്നോ? ഇതെന്താ 96 സിനിമയാ? എന്റെ പഴയ ശബ്ദം ഇതെന്തു പറ്റി? ഇനി എങ്ങാനും ഇമ്മാതിരി വൃത്തിയായിട്ട പരിപാടിയായിട്ട് ഇറങ്ങിയണ്ടല്ലോ, നിന്റെ കൃഷ്ണമണി അടിക്കാൻ നിറകെ കയറ്റും ഞാൻ. കേട്ടോ സുന്ദര? അച്ചു, എന്റെ വൃത്തിയായിട്ട് തൊണ്ട് പിന്നെ വന്ന കുറച്ചേരോട് കൈ പിടിക്കാറുന്നില്ല അവിടെ. നിന്റെ പാറുവിനോട് പോയി പറ. അച്ഛനൊരു കാര്യം അറിയൂ, ഞാൻ നിന്റെ മുഖത്ത് മാത്രമേ, എന്റെ അടുത്ത് മാത്രമേ ഇങ്ങനെ നോക്കാറുള്ളൂ. നിനക്കറിയോ? അപ്പൊ ബാക്കിയുള്ളവർക്ക് എങ്ങോട്ട് നോക്കണേ? അപ്പൊ ഈ ഷിബേഡിനോടുള്ള സ്ഥാനമൊക്കെ അത്രേ ഉള്ളൂ. അച്ഛൻ എന്തൊട്ട് ഞാൻ അച്ഛൻ്റെ പേരെന്റെ നെഞ്ചത്ത് ടാറ്റു അടിക്കാൻ വേണ്ടി പോവാ. അപ്പോഴെങ്കിലും മനസ്സിലാവില്ല എന്റെ സ്നേഹം. ഏട്ടായുടെ ഒരു കാര്യം ആദ്യം അടിച്ച പാറ ഒന്ന് മാറ്റുള്ളേട്ടെ.